സന്ധ്യയ്ക്കൊന്ന് പുറത്തോട്ട് പോകാൻ നിന്നപ്പോൾ അഖിൽ ചോദിച്ചു അത്യാവശ്യം കഴിയാറായ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നോക്കിയിട്ടോ തിരിച്ചു വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ വന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫോണിലൊരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരുവിധപ്പെട്ട ഡപ്പകളെല്ലാം കാലി ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇട്ടുകൊണ്ട് വരാനുള്ള കവർ ഞാൻ മറക്കാതെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അബദ്ധവശാൽ മറന്നു പോയാൽ കടയിൽ നിന്ന് പൈസ കൊടുത്ത് കവർ മേടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക വിഷമം വരും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ മൊബൈലും കീയും ഒക്കെ എടുത്ത് വീട്ടിൽ നിന്ന് വീടും പൂട്ടിയൊക്കെ ഇറങ്ങി. ആരും ആദ്യം നേരത്തെ പോയി ഓട്ടോയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഘോഷയാത്രയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോകുന്നത് റിലയൻസിലായിരുന്നെങ്കിൽ ഇത്തവണ വേറൊരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഇതേണക്ക് നമ്മൾ ഫോണിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ നോക്കി അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുരുമുളകൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കുരുമുളകിനൊക്കെ ഇത്രയും വിലയുണ്ടോ? 100 കുരുമുളകിന് 80 രൂപ എങ്ങാണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ അഖിലും അവിടുന്ന് സാധനങ്ങൾ ഒരുവിധം നോക്കി എടുത്തുകൊണ്ട് വരികയായിരുന്നു. വേറെ ഏത് കടയിൽ പോയാലും നീ പോയി സാധനം വാങ്ങിയിട്ട് വാന്ന് പറയുന്ന അഖിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി എൻ്റെ കൂടെ കയറി, ഇല്ലെങ്കിൽ ഞാൻ കണ്ടതും എടുത്തത് മൊത്തവും വാരി ഇടുമെന്നും പറഞ്ഞ്. പിന്നെ ഇതാ ഈ ചിയാ സീഡ് ഞാനിങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും റോസ്റ്റഡ് റോ എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ ഏത് എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിപ്പോൾ അവസാനം റോസ്റ്റഡ് തന്നെ കേട്ടോ എടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ സാധനങ്ങൾ തട്ടിമറിച്ചിടാൻ പോയപ്പോൾ ആദ്യമോളും ഒന്ന് പിടിച്ചു വെച്ച്. പിന്നെ നമ്മളെ മിക്കിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു പെഡിഗ്രി മേടിച്ചു. അവസാനം ബില്ലിടാൻ നിന്നിട്ട് ആദ്യം കവറൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. 4-3 ഏജ് സാധനം മേടിക്കാൻ പോയി ഞാൻ 5-6 കവർ സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു വന്നത്. അതല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ്, കൊണ്ടുവന്ന ലിസ്റ്റൊക്കെ വെറുതെയാണ്. പിന്നെ അവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർക്ക് KFC വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ വെയിറ്റ് ചെയ്ത് ഒരു പരുവായിട്ട് നമ്മൾ ഒത്തിരി നേരം അവിടെ പോസ്റ്റ് ആവേണ്ടി വന്നു. അവസാനം സാധനം കൈ കിട്ടി, വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ലിഫ്റ്റ് അടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഒരുപാടുണ്ടല്ലോ, എല്ലാവരും കൂടെ വാരി എടുത്ത് കൊണ്ടുവരികയാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക വെപ്രാളവും കൂടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൊണ്ടുവച്ചെങ്കിൽ മാത്രമല്ലേ നമുക്കത് പെട്ടെന്നെടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അഖിൽ പാക്കറ്റ് പൊട്ടിക്കുന്ന സമയം കൊണ്ട് ആരും ആദ്യം ഓടിപ്പോയി പ്ലേറ്റൊക്കെ ആയിട്ട് വരികയായിരുന്നു. പിന്നെ ഞങ്ങൾ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അത് അവിടെ നിന്ന് കഴിച്ച് തീർന്നിട്ട് അവരെല്ലാം കിടക്കാനുള്ള ചുറ്റുപാട് നോക്കിയ സമയത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം എടുത്ത് കിച്ചണിലോട്ട് കൊണ്ടുവച്ചു കേട്ടോ. എന്തായാലും ഞാനിത് ഇന്നൊന്നും പാക്കറ്റിൽ നിന്ന് മാറ്റുന്നില്ല, എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൽ നിന്ന് പാല് മാത്രമേ ഉള്ളായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ രാത്രി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണല്ലോ കഴിച്ചത്. അതുകൊണ്ട് ഉച്ചലത്തേക്ക് ഉണ്ടാക്കിയ ഫുഡെല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച്. അപ്പോൾ ഇനി എനിക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. സാധനങ്ങൾ നാളത്തേക്ക് സ്വസ്ഥമായിട്ട് ഒതുക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് എൻ്റെ മെഡിസിനും കൂടെ എടുത്ത് കഴിക്കാനുണ്ടായിരുന്നു. ആ മെഡിസിനും കൂടെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കും ഇന്ന് പോയി കിടന്നുറങ്ങാം. വേറെ ഇനി ഒരു ജോലിയില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ മക്കൾക്ക് എക്സാം ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.